Good evening. +1 English, Unit 2, Lesson 1, and then Gandhi came. ഓരോ പാരഗ്രാഫായി വായിച്ച് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന വീഡിയോയുടെ 3-ാം ഭാഗം. He sent us to the villages and the countryside, hummed with the activity of innumerable messengers of the new gospel of action. The peasant was shaken up, and he began to emerge from his shell. The effect on us was different, but equally far-reaching. For we saw, for the first time, as it were, the villager in the intimacy of the mud hut, and with the sharp shadow of hunger always pursuing him. We learned our Indian economics more from these visits than from books and learned discourses. The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or our old standards. പുതിയ പ്രവർത്തനങ്ങളുടെ സന്ദേശവാഹകരായി അദ്ദേഹം ഞങ്ങളെ ഗ്രാമങ്ങളിലേക്കും പ്രവർത്തന നിരതമായ നാട്ടിൻപുറങ്ങളിലേക്കും അയച്ചു. കർഷകർ അവരുടെ പുറന്തോടിനുള്ളിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങി. ഞങ്ങളിൽ അതുണ്ടാക്കിയ ഫലം വ്യത്യസ്തവും ദൂരവ്യാപകവുമായിരുന്നു. കാരണം മൺകുടിലുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന പട്ടിണിപ്പാവങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ പിന്തുടരുന്നതായി ഞങ്ങൾ കണ്ടു. ഗ്രന്ഥങ്ങളിൽ നിന്നും പണ്ഡിതോചിത ചർച്ചകളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയേക്കാൾ എത്രയോ കൂടുതൽ ഞങ്ങൾക്ക് ഈ സന്ദർശനങ്ങളിലൂടെ പഠിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്കുണ്ടായ വൈകാരിക അനുഭവങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ പഴയ രീതിയിലേക്കും പഴയ നിലവാരത്തിലേക്കും തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. What was the idea of India which he was setting out to mold according to his own wishes and ideals? I shall work for an India in which the poorest shall feel that it is their country, in whose making they have an effective voice. An India in which there shall be no high class and low class people. An India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. Women will enjoy the same right as men. This is the India of my dreams. Proud of his Hindu inheritance as he was, he tried to give to Hinduism a kind of universal attire and included all religions within the fold of truth. He refused to narrow his cultural inheritance. Indian culture, he wrote, is neither Hindu, Islamic, nor any other holy. It's a fusion of all. Again he said, I want the culture of all lands to be blown about my house as freely as possible, but I refuse to be blown off my feet by any. I refuse to live in other people's houses as an interloper, a beggar or a slave. Influenced by modern thought currents, he never let go of his roots and clung to them tenaciously. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് ഏതു തരത്തിലുള്ള ഒരു ഇന്ത്യ വാർത്തെടുക്കാനാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത്? ഏറ്റവും ദരിദ്രരായവർക്ക് പോലും അവരുടേതാണ് ഈ രാജ്യം എന്ന് തോന്നാനുണ്ടാക്കുന്ന ഒരു ഇന്ത്യ. അതിന്റെ നിർമ്മിതിയിൽ അവർക്ക് ഒരു ശബ്ദമുണ്ടായിരിക്കും. ഉയർന്നവനും താഴ്ന്നവനും തമ്മിൽ വേർതിരിവില്ലാത്തൊരു ഇന്ത്യ. എല്ലാ വിഭാഗവും ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു ഇന്ത്യ. അവിടെ തൊട്ടുകൂടായ്മയില്ല. മയക്കുമരുന്നിന്റെയോ മദ്യത്തിന്റെയോ ശാപമില്ല. പുരുഷന്മാരുടെ അതേ അവകാശങ്ങൾ സ്ത്രീകൾക്കും അനുഭവേദ്യമാകുന്ന ഒരു ഇന്ത്യ.
അങ്ങനെയുള്ളൊരു ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം. തന്റെ ഹിന്ദു പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നതോടൊപ്പം തന്നെ ഹിന്ദുമതത്തിന് ഒരു സാർവലൗകിക നിറം കൊടുക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു. എല്ലാ മതങ്ങളെയും സത്യവുമായി ബന്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം ഇടുങ്ങിയതായിരുന്നില്ല. ഇന്ത്യൻ സംസ്കാരം പൂർണ്ണമായും ഹിന്ദു മതത്തിന്റെയോ ഇസ്ലാമിന്റെയോ മറ്റേതെങ്കിലും മതത്തിന്റെയോ അല്ല, മറിച്ച് എല്ലാറ്റിന്റെയും ഒരു സമന്വയമാണ് എന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. എന്റെ വീട്ടിലേക്ക് എല്ലാ സംസ്കാരങ്ങളും സ്വതന്ത്രമായി കടന്നു വന്നു കൊള്ളട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അതിലൊന്നിലും പ്രതികരണശേഷിയില്ലാതെ നിലയുറപ്പിക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. മറ്റൊരുവന്റെ വീട്ടിൽ ഒരടിമയെപ്പോലെയോ ഭിക്ഷക്കാരനെ പോലെയോ കഴിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നൂതന ആശയങ്ങളിൽ നിന്നും പലതും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പഴമയെ വെടിയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അവയോട് അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. He seemed to them to link up the past with the future and to make the dismal present appear just as a stepping stone to that future of life and hope. Thus, he effected a vast psychological revolution not only among those who followed his lead, but also among his opponents and those many neutrals who could not make up their minds what to think and what to do. അസാധാരണമായ കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഓരോ വ്യക്തിയുടെയും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച ഈ അത്ഭുത വ്യക്തിത്വം ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ഒരു കാന്തത്താൽ എന്ന പോലെ ആകർഷിച്ചതിൽ അത്ഭുതമില്ല. ഭൂതകാലത്തെയും ഭാവികാലത്തെയും ബന്ധിപ്പിക്കുകയും കഷ്ടതയാർന്ന വർത്തമാനകാലത്തെ പ്രതീക്ഷയുടെ ചവിട്ടുപടിയാക്കുകയും ചെയ്ത് ഒരു ബൃഹത്തായ മനഃശാസ്ത്ര വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഗാന്ധിജി അദ്ദേഹത്തെ അനുധാവനം ചെയ്തവർക്ക് മാത്രമല്ല, തന്നെ എതിർക്കുന്നവർക്കും നിഷ്പക്ഷമതികൾക്ക് പോലും എന്തു ചെയ്യണമെന്നും എന്തു ചിന്തിക്കണമെന്നും വഴി കാണിച്ചു. And that's the end of the part 3 of the lesson, and then Gandhi came. Thank you. Have a nice day.